നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. US എയർഫോഴ്സിലെ ഒരു മേജർ ആയിരുന്ന മേജർ ജെയിംസ് നെസ്മിത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു വലിയ സ്വപ്നമായിരുന്നു ഗോൾഫ് കളിയിൽ വലിയ വിജയം കൈവരിക്കുക എന്നുള്ളത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഗോൾഫ് കളിയിലെ തൻ്റെ നിലവാരം ഉയർത്തുവാൻ സാധിക്കുന്നില്ല. ഒരു ശരാശരി ഗോൾഫ് കളിക്കാരൻ മാത്രം. തൻ്റെ നിരന്തരമായിട്ടുള്ള ഈ പരിശീലനങ്ങൾക്കിടയ്ക്ക് നീണ്ട 7 വർഷക്കാലം അദ്ദേഹത്തിന് കളിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടിയും വന്നു. അത്രയും കാലം ഒരു ക്ലബ് തൊടുവാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. നീണ്ട 7 വർഷങ്ങൾ കളിയിൽ നിന്നും വിട്ടുനിന്നതിന് ശേഷം അദ്ദേഹം കളിയിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയിൽ തന്നെ 74ൻ്റെ അത്ഭുതകരമായ ഒരു ഷോട്ടാണ് അദ്ദേഹം അടിച്ചത്. 20 സ്ട്രോക്കുകളുടെ ശരാശരി നീണ്ട 7 വർഷക്കാലം ഒരു ക്ലബ് കാണുക കൂടി ചെയ്യാത്ത അദ്ദേഹം നിലനിർത്തി എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയുമല്ല, ഈ കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യസ്ഥിതി വളരെ മോശമായി കഴിഞ്ഞിരുന്നു എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരിക്കാം ഈ മേജർ നെസ്മിത്തിൻ്റെ വിജയരഹസ്യം? അതറിയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നീണ്ട 7 വർഷക്കാലം ഗോൾഫ് കളി പ്രാക്ടീസ് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ള കാര്യവും നാം അറിയേണ്ടതുണ്ട്. അമേരിക്കൻ എയർഫോഴ്സിലെ മേജർ ആയിരുന്ന അദ്ദേഹം വിയറ്റ്നാം യുദ്ധത്തിൽ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടു. 7 വർഷക്കാലം വടക്കൻ വിയറ്റ്നാമിലെ ഒരു തടവറയിൽ 4.5 അടി മാത്രം പൊക്കവും 5 അടി മാത്രം നീളവുമുള്ള ഒരു കൂട്ടിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇക്കാലയളവിൽ ആരെയും കാണുവാൻ അദ്ദേഹത്തിന് അനുവാദമില്ലായിരുന്നു. ആരോടും സംസാരിച്ചില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സാധിച്ചില്ല. ആദ്യം കുറച്ചുനാൾ അദ്ദേഹം മോചനം സ്വപ്നം കണ്ടു, പ്രാർത്ഥനകളിലും മറ്റും മുഴുകി. പക്ഷേ തടവറ ജീവിതത്തിന് ഒരു മോചനവും ഉണ്ടാകുന്നില്ല. നിരാശയിലേക്ക് വഴുതി പോകാതെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. അവിടെ കിടന്നുകൊണ്ട് ശാരീരികമായി ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. താൻ പഠിച്ചിരുന്ന ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ അദ്ദേഹം ആ തടവറയിൽ കിടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങി. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഗോൾഫ് കളി അദ്ദേഹം തൻ്റെ മനസ്സിൽ കളിക്കുവാൻ ആരംഭിച്ചു. ഓരോ ദിവസവും തൻ്റെ മനസ്സിൽ 18 ഹോൾസ് അദ്ദേഹം കളിച്ചു. തൻ്റെ മനസ്സിൽ എല്ലാത്തിനും കൃത്യമായ രൂപവും ഫീലിങ്സും എല്ലാം അദ്ദേഹം നൽകി. താൻ ഗോൾഫ് കളിയുടെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിൽ ഭാവന ചെയ്തു. വെട്ടിനിരപ്പാക്കിയ പുൽത്തകിടിയുടെ മനോഹാരിതയും ഗ്രൗണ്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒഴുകിപ്പരന്നെത്തിയ ആ ഗന്ധങ്ങളൊക്കെ അദ്ദേഹം ഫീൽ ചെയ്തു. ദിവസങ്ങളിലെ വിവിധങ്ങളായ കാലാവസ്ഥ വ്യത്യാസങ്ങൾ, മഞ്ഞ് മൂടിയ പ്രഭാതങ്ങൾ, സൂര്യപ്രകാശം പ്രസരിക്കുന്ന പകലുകൾ, ഊഷ്മളമായ സായംകാലം, ഋതുഭേദങ്ങൾ എല്ലാം അദ്ദേഹം മനസ്സിൽ ഫീൽ ചെയ്തു. യഥാർത്ഥത്തിൽ കളിയിൽ പങ്കെടുത്താൽ എന്നതുപോലെ 18 ഹോൾസ് അദ്ദേഹം മനസ്സിൽ കളിച്ചു. അതിനു വേണ്ട സമയവും കൃത്യമായി പാലിച്ചു. ഒന്നിനും തിരക്കുണ്ടായിരുന്നില്ല. യഥാർത്ഥ സമയങ്ങളെടുത്ത് ഓരോ ദിവസവും തൻ്റെ കളികൾ അദ്ദേഹം പൂർത്തിയാക്കി. 7 വർഷക്കാലം നീണ്ട 7 വർഷക്കാലത്തെ വിഷ്വലൈസേഷൻ ദൃശ്യവൽക്കരണത്തിന് ശേഷം അദ്ദേഹം ആദ്യമായി പങ്കെടുത്ത ഫീൽഡ് മത്സരത്തിലാണ് അത്ഭുതകരമായ 74ൻ്റെ ഷോട്ട് അദ്ദേഹം അടിച്ചത്. 20 സ്ട്രോക്കുകളുടെ ശരാശരി അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. ഇതാണ് ദൃശ്യവൽക്കരണത്തിൻ്റെ വിഷ്വലൈസേഷൻ്റെ മാസ്മരിക ശക്തി. നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ നല്ല ഫീലിങ്സ് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ നിരന്തരം ആവർത്തിച്ച് കാണുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളായി മാറും. തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ യഥാർത്ഥ ഫീലിംഗ് അനുഭവിച്ചുകൊണ്ട് നിരന്തരം വിഷ്വലൈസേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അത്ഭുതകരമായിട്ടുള്ള ഫലസിദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. മേരി ലവ്റട്ടൺ എന്ന അമേരിക്കൻ ജിംനാസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1984 സമ്മർ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ ഓൾ റൗണ്ട് കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ നേടിയെടുക്കുന്ന ആദ്യ അമേരിക്കൻ വനിതയായി തീർന്നു മേരി ലവ്റട്ടൺ. അവർ അത് കൂടാതെ 2 സിൽവർ മെഡലുകളും 2 ബ്രോൺസ് മെഡലുകളും നേടിയെടുത്തു. ഒളിമ്പിക്സ് മെഡൽ നേട്ടവേളയിൽ മീഡിയ പേഴ്സൺസ് അവരോട് ചോദിച്ചു അവർ ഈ അവസരം എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന്. അവർ മറുപടി പറഞ്ഞു,
ഈ മെഡൽ നേട്ടം ഞാൻ മുൻകൂട്ടി പലതവണ എൻ്റെ മനസ്സിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഹാപ്പി ഫീലിങ്സ് ഞാൻ മുൻകൂട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ശാരീരിക പരിശീലനത്തോടൊപ്പം വിഷ്വലൈസേഷൻ എന്ന മാനസിക പരിശീലനം കൂടി അവർ നിരന്തരം പ്രാക്ടീസ് ചെയ്തു. ഒടുവിൽ അവർ വിഷ്വലൈസ് ചെയ്തത് യാഥാർത്ഥ്യമായി തീർന്നു. പല സ്പോർട്സ് താരങ്ങളും വിഷ്വലൈസേഷൻ ഇപ്രകാരം തങ്ങളുടെ നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. കൂടാതെ ഇത്തരം കാര്യങ്ങളെ സഹായിക്കുവാനായി പല രാജ്യങ്ങളും തങ്ങളുടെ കായിക താരങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളുടെ സേവനമൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. സ്പോർട്സിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നാം ആഗ്രഹിക്കുന്ന വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ വിഷ്വലൈസേഷന് സാധിക്കും. ഞങ്ങളുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ പങ്കെടുത്ത ധാരാളം പാർട്ടിസിപ്പൻസ് വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ തുടങ്ങിയവയൊക്കെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വിഷ്വലൈസേഷനും മെഡിറ്റേഷനും ഒക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് അത് ചെയ്യേണ്ട രീതിയിൽ വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവയൊക്കെ ദിവാസ്വപ്നമായി മാറും, അതിനൊന്നും ഫലമുണ്ടാകാറില്ല. മനസ്സിൻ്റെ യഥാർത്ഥ ശക്തികൾ തിരിച്ചറിയാനും വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ തുടങ്ങിയവയൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് അവയൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനും നിങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ മൈൻഡ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു.